ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മാംഗോ പുഡിംഗ് റെസിപ്പിയാണ്. സൂപ്പർ ടേസ്റ്റി എന്നാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മാംഗോ പുഡിംഗ് റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ 2 മാംഗോസാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് മാംഗോ പ്യൂരി ആയിട്ട് അതിൻ്റെ പൾപ്പ് എടുത്തിട്ടും ഒന്ന് മാംഗോ ചെറിയ സ്ലൈസായി കട്ട് ചെയ്തെടുത്തിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിൽ 1 ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് മാംഗോ പ്യൂരിയാക്കി വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഷുഗറും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് പാനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കണം. ബീറ്റർ ഇല്ലെങ്കിൽ തൽക്കാലം മിക്സിയിൽ മിക്സ് ചെയ്തെടുത്താലും മതി. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് പാനിൽ വെച്ച് കുറുക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്യൂരി നന്നായി തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് സൈഡിൽ വെച്ച് നമുക്ക് ആവശ്യമായ ജലാറ്റിനും കൂടെ മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിത് ആദ്യം തന്നെ ഒരു പാനിൽ വെള്ളത്തിൽ കുതിർത്തി വെച്ച ജലാറ്റിനായിരുന്നു. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് കട്ടയില്ലാതെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചിട്ടാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും കൂടെ മിക്സ് ചെയ്ത് നന്നായി ചേർത്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് മാറ്റാം. ഞാനിതിൻ്റെ ബബിൾസ് ഇല്ലാതെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാംഗോ സ്ലൈസസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മിക്സഡ് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മേലെ. ഇനി നമുക്കൊരു 2-3 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കാം. പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. നമുക്കൊരു പാർട്ടിയോ അങ്ങനത്തെ അവസരങ്ങളിലെല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം, കമൻസിലൂടെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു. ബൈ ബൈ.